ഡേവിഡിന് ലഞ്ച് വിളമ്പുകയാണ് ക്ലാര. മോളെവിടെ ക്ലാര? എന്തോ ഫംഗ്ഷൻ ഉണ്ട്, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ക്ലാര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മി ഒന്നിങ്ങ് വന്നേ. മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും ക്ലാര ചിരിച്ചുകൊണ്ട് ഡേവിഡിനെ നോക്കി. വലിയ കൊച്ചായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾക്ക് എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം. ക്ലാര ചിരിച്ചുകൊണ്ട് സ്റ്റെയർ കയറി. എന്താടാ, എന്തു പറ്റി? ക്ലാര ചോദിച്ചു. ഇത് നോക്ക് മമ്മി, ഇതൊന്നും ശരിയാകുന്നില്ല. കട്ടിലിൽ ചിതറിക്കിടക്കുന്ന ഡ്രസ്സ് നോക്കി അവൾ പറഞ്ഞു. എൻ്റെ മോളൂട്ടി, നിന്നെ കൊണ്ട് വയ്യ. ദാ ഇതൊന്ന് ട്രൈ ചെയ്തേ. ക്ലാര ഒരു ഗൗൺ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ, ഇത് കൊള്ളാം, ഇത് ഓക്കെയാ മമ്മി. അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മമ്മി വന്നാൽ എന്ത് പ്രശ്നവും സോൾവ് ആകുമെന്ന്. ഹിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ഹിമ, ഡേവിഡ് ക്ലാര ദമ്പതികളുടെ വളർത്തുമകളാണ്. യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഹിമ നല്ല സന്തോഷത്തിലാണ്. സമ്പന്നതയുടെ നടുവിലാണ് വളർന്നത്. ഒന്നിനും ഒരു കുറവും ഡേവിഡും ക്ലാരയും അവൾക്ക് വരുത്തിയിട്ടില്ല. അവൾ വേഗം റെഡിയായി താഴേക്കിറങ്ങി. ഹായ് ഡാഡി, അവൾ ഡേവിഡിനോടായി പറഞ്ഞു. ആഹാ, എൻ്റെ രാജകുമാരി സുന്ദരിയായല്ലോ, ഡേവിഡ് പറഞ്ഞു. എഡ്ഡിയുടെ ബർത്ത്ഡേ ആണ് ഡാഡി. ഞങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ട്രീറ്റ് തരുന്നുണ്ട്. ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഹിമ പറഞ്ഞു. ഓക്കെ മോളെ, കാർ എടുത്തോ, ഞാൻ ഡ്രൈവറോട് പറഞ്ഞേക്കാം, ഡേവിഡ് അവളോട് പറഞ്ഞു. ഓ വേണ്ട ഡാഡി, എഡ്ഡി വരുന്നുണ്ട്. തിരിച്ചു അവൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിമ പറയുമ്പോൾ ഡേവിഡ് ക്ലാരയെ നോക്കി ഒന്ന് ചിരിച്ചു. ഡേവിഡിൻ്റെ ബിസിനസ് പാർട്ണർ ബെന്നിയുടെ മകനാണ് എഡ്ഡി. പഠിത്തം കഴിഞ്ഞ് ഹിമയെ കൊണ്ട് എഡ്ഡിയെ കെട്ടിക്കണമെന്നാണ് രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ. അതിലൂടെ തങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഡേവിഡിന് എല്ലാത്തിലും വലുത് തൻ്റെ മകളുടെ സന്തോഷം തന്നെയാണ്. കുറച്ചു കഴിഞ്ഞാണ് കോളിംഗ് ബെല്ല് കേട്ടത്. ആ, എഡ്ഡി ആയിരിക്കും. ക്ലാര, താൻ പോയി മോളോട് വരാൻ പറഞ്ഞേ. അതും പറഞ്ഞ് ഡേവിഡ് ഡോർ തുറക്കാനായി നടന്നു. ആഹാ, ആരിത്? ബർത്ത്ഡേ ബോയ് ആണല്ലോ. വാ മോനെ, മോള് റെഡി ആവുന്നേ ഉള്ളൂ, ഡേവിഡ് എഡ്ഡിയോട് പറഞ്ഞു. സാരമില്ല അങ്കിൾ, ഞാൻ പോയി നോക്കട്ടെ, എഡ്ഡി ചോദിച്ചു. അതിനെന്താ, മോൻ ചെല്ല്, മോള് റൂമിലുണ്ട്. എഡ്ഡി ചെല്ലുമ്പോൾ ഹിമ കണ്ണാടിയുടെ മുന്നിലാണ്. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ, ഹിമയെ കണ്ടപാടെ എഡ്ഡി പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, ഹിമ കണ്ണാടിക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ എഡ്ഡി, നീ അത്ര പോരാ, ഹിമ അവനെ കളിയാക്കി. ഓ, നമുക്ക് ഇതൊക്കെ മതിയേ. കൂടുതൽ സുന്ദരനായാൽ ഏതെങ്കിലും രാജകുമാരി വന്ന് കണ്ണുവെച്ചാലോ. പിന്നെ നിനക്ക് ആരാടിയുള്ളത്? അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു സാക്രിഫൈസ്, അത്രയെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യണ്ടേ, എഡ്ഡി ഹിമയോട് പറഞ്ഞു. അയ്യടാ, എനിക്ക് വേണ്ടി നീ വലിയ സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട, ഹിമ പറഞ്ഞു. ഒന്ന് പോടി, നമ്മുടെ കാര്യമൊക്കെ ഫിക്സ് ചെയ്ത പോലെയാ. പപ്പയും ഡേവിഡെങ്കിലും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. പിന്നെ നിനക്കാണെങ്കിൽ വേറെ അഫെയർ ഒന്നുമില്ല, പിന്നെന്താ. ഡി പ്ലീസ് എന്നെ കെട്ടിക്കോ, നല്ല ഓഫറല്ലേ, എഡ്ഡി ഹിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോടാ, ആ ഓഫർ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് അഫെയർ ഇല്ലയെന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്കും ഒരാളുണ്ട്, നിന്നെപ്പോലെയൊന്നും അല്ല. 6 അടി പൊക്കവും 6 പാക്കും എല്ലാം കൂടി റഫ് ആൻഡ് ടഫായ ഒരുത്തൻ, ഹിമ പറഞ്ഞു. കാണാനോ? എന്നെക്കാളും കൊള്ളാമോ? പേരെന്താടി? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കോളേജിലെ ആണോ, എഡ്ഡി ചോദിച്ചു. ആവോ, അറിയില്ലടാ. എനിക്കും ഇത്രയൊക്കെ അറിയൂ, ഹിമ നിഷ്കളങ്കമായി പറഞ്ഞു. നീ എവിടെ വെച്ചാ കണ്ടത്, എഡ്ഡി ചോദിച്ചു. സ്വപ്നത്തിൽ, പക്ഷേ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല, പേരും ചോദിച്ചില്ല. അടുത്ത പ്രാവശ്യം ചോദിക്കണം, ഹിമ സീരിയസ് ആയി പറഞ്ഞു. ഓ, സ്വപ്നത്തിലെ രാജകുമാരൻ്റെ കാര്യമാണോ രാജകുമാരി പറഞ്ഞത്? ഞാൻ ഓർത്തു. ആ, അത് സാരമില്ല, നീ മുഖം കാണാത്ത സ്ഥിതിക്ക് സീനില്ല, ഞാൻ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയാൽ മതിയല്ലോ, എഡ്ഡി പറഞ്ഞപ്പോൾ ഹിമ അവൻ്റെ തലയിൽ നല്ലൊരു തട്ടു കൊടുത്തു. അപ്പോഴാണ് താഴെ കോളിംഗ് ബെല്ല് കേട്ടത്. ആരോ വന്നു, നീ വന്നേ നോക്കാം, ഹിമ താഴേക്ക് പോയി. കർത്താവേ, ഇതിനെ എനിക്ക് തന്നെ തന്നേക്കണേ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ, പ്ലീസ്. ഭിത്തിയിലിരുന്ന കർത്താവിൻ്റെ ഫോട്ടോ നോക്കി കുരിശു വരച്ച് എഡ്ഡി ഹിമയ്ക്ക് പുറകെ പോയി. ഡോറ് തുറന്ന ഡേവിഡ് ഒന്ന് ഞെട്ടി. മുകുന്ദൻ, താൻ താൻ എന്താ ഇവിടെ? ഡേവിഡ് നിന്ന് വിറയ്ക്കുകയാണ്. സാർ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, മുകുന്ദൻ പറഞ്ഞു. മോളിവിടെ ഉണ്ട്. താൻ എന്താ പെട്ടെന്ന്? ഡേവിഡിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. വന്നിരിക്കുന്നത് ഹിമയുടെ സ്വന്തം അച്ഛനാണ്. അയാളുടെ ആവശ്യം നിരസിക്കാനും അയാൾക്ക് തോന്നിയില്ല. വന്നേ, നമുക്ക് അകത്തേക്കിരിക്കാം,
ലിവിംഗ് റൂമിൽ ഇരുത്താതെ ഡേവിഡ് മുകുന്ദനെയും അബിയെയും അകത്തെ റൂമിലേക്ക് കൊണ്ടുപോയി. AC-യുടെ തണുപ്പിലും പാവം ഡേവിഡ് നിന്ന് വിയർക്കുകയാണ്. "ഡേവിഡ് സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്," മുകുന്ദൻ പറഞ്ഞു. "എന്താ മുകുന്ദ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. താൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ?" ഡേവിഡ് പറഞ്ഞു. അത് കേട്ട് സത്യത്തിൽ ഞെട്ടിയത് അബിയാണ്. ഡേവിഡ് ആദ്യം വലിയ തുക കൊടുത്താണ് ഹിമയെ കൊണ്ടുപോയത് എന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കാശ് വാങ്ങിയിരുന്നു എന്നത് അവനൊരു പുതിയ അറിവായിരുന്നു. ആദ്യമായി അവനിൽ തൻ്റെ അച്ഛനോട് വെറുപ്പ് നിറഞ്ഞു. അപ്പോഴേക്കും സംസാരം കേട്ട് ക്ലാര താഴേക്ക് വന്നിരുന്നു. മുകുന്ദനെ കണ്ടപ്പോഴേ ക്ലാരയ്ക്ക് ആളെ മനസ്സിലായിരുന്നു. "മാഡം, ഞാൻ ഹിമയുടെ..." "എന്നെ മനസ്സിലായി കാണുമല്ലോ," അയാൾ ക്ലാരയോടായി പറഞ്ഞു. "ആ, മനസ്സിലായി. എന്താ പെട്ടെന്ന്? ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ?" ക്ലാര ആദ്യത്തെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് നിങ്ങൾ രണ്ടുപേരുമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഹിമമോളെ നിങ്ങൾക്ക് നൽകാനുണ്ടായ കാരണവും എൻ്റെ അപ്പോഴത്തെ സാഹചര്യവുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇപ്പോൾ അതുപോലൊരു സാഹചര്യത്തിലാണ് ഞാൻ. എനിക്ക് എൻ്റെ മോളെ തിരികെ വേണം," മുകുന്ദൻ പറഞ്ഞു. "നോ, നിങ്ങളുടെ മകളല്ല, എൻ്റെ കുഞ്ഞാണവൾ." ക്ലാര പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാഞ്ഞു ചെന്നവൾ ഡേവിഡിൻ്റെ കോളറിൽ കയറി പിടിച്ചു. "ഇച്ചായ, കേട്ടോ? അയാൾ പറഞ്ഞത് കേട്ടോ?" "കേട്ടു," ഡേവിഡ് പറഞ്ഞു. പിന്നെന്താ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുന്നത്? അവരെ പറഞ്ഞു വിടാൻ നോക്ക് ചായ," ക്ലാര പറഞ്ഞു. "മാഡം, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇത്രയും കാലം ഇതൊന്നും അറിയാതെ തൻ്റെ മകൾ മരിച്ചെന്ന് വിശ്വസിച്ച് സ്വയം ഉരുകിയ ഒരാളുണ്ട്. എൻ്റെ ശാരദ, ഹിമയുടെ അമ്മ. അവളിപ്പോൾ എല്ലാം അറിഞ്ഞു. ആ അമ്മയുടെ കണ്ണീരിനൊരു ഉത്തരം വേണം. ഹിമമോളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് എത്തിച്ചേ പറ്റൂ," അയാൾ തൊഴുകൈയോടെയാണ് പറഞ്ഞത്. ഇതിൽ ക്ലാര വീഴുമെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് ഏതാണ്ട് നടപ്പാവുകയും ചെയ്തു. "സർ, അവളെ കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് അനുകൂലമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്," മുകുന്ദൻ പറയുന്നത് കേട്ട് ഡേവിഡിന് ദേഷ്യം ഇരിച്ചു കയറി. അത് മനസ്സിലാക്കിയ പോലെ മുകുന്ദൻ തുടർന്നു. "ഭീഷണിയൊന്നും അല്ല സാർ, എൻ്റെ അവസ്ഥയാണ്. സാർ ക്ഷമിക്കണം." അതും പറഞ്ഞ് മുകുന്ദൻ കണ്ണുകൾ തുടച്ചു. പിന്നെ ഡേവിഡ് ഒന്നും പറയാൻ പോയില്ല. മുകുന്ദൻ പറഞ്ഞത് കേട്ട് തളർന്നിരിക്കുകയാണ് ക്ലാര. ക്ലാരയുടെ അവസ്ഥ കണ്ട് ഡേവിഡ് അവളുടെ അടുത്തേക്ക് ചെന്നു. "ക്ലാര, താൻ ഇങ്ങനെ തളർന്നിരിക്കല്ലേ. ഹിമ അവൾ തൻ്റെ മകളാടോ. അവളെ തന്നിൽ നിന്ന് ആരും അകറ്റില്ല. ഇതെൻ്റെ വാക്കാണ്," ഡേവിഡ് ക്ലാരയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. "മിണ്ടരുത്," ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ക്ലാര പറഞ്ഞു. "അവൾക്ക് അമ്മയില്ല എന്നല്ലേ ഇച്ചായൻ എന്നോട് പറഞ്ഞത്? പിന്നെ ഇപ്പോൾ എവിടുന്ന് വന്നു ഈ ബന്ധമൊക്കെ? ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇച്ചായൻ കുഞ്ഞിനെ വിലക്കെടുത്തോ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇച്ചായൻ ഒന്ന് പറഞ്ഞു താ. എൻ്റെ കുഞ്ഞ്, അവളോട് ഞാൻ എന്തു പറയും?" ക്ലാര തല തല്ലി കരയുകയാണ്. "താൻ കരയാതെ ക്ലാര. അവളെ നമ്മൾ ആർക്കും ഡേവിഡ് പറഞ്ഞതും ക്ലാര കൈ ഉയർത്തി തടഞ്ഞു. "അവൾ പോട്ടെ. അവളെ കാത്തിരിക്കുന്നത് അവളുടെ സ്വന്തം അമ്മയാണ്. ഇത്രയും കാലം സ്വന്തം മകൾ മരിച്ചെന്ന് വിശ്വസിച്ച് ജീവിച്ചതല്ലേ. എൻ്റെ മോള് പോയി കാണട്ടെ." ക്ലാര പറഞ്ഞതും ഡേവിഡ് സംശയത്തോടെ ക്ലാരയെ നോക്കി. "ഇച്ചായൻ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞോളാം അവളോട്. അവൾക്ക് പെറ്റമ്മയെ നിഷേധിക്കാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? എൻ്റെ കുഞ്ഞ് പൊയ്ക്കോട്ടെ. പിന്നെ ബാക്കിയെല്ലാം അവളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ." ക്ലാര അത്രയും പറഞ്ഞ് ഹിമയുടെ അടുത്തേക്ക് നടന്നു. മുകുന്ദൻ സംശയഭാവത്തിൽ ഡേവിഡിനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പോലെ ഡേവിഡ് പറഞ്ഞു. "എല്ലാം അറിയാടോ അവൾക്ക്. അവൾ ഞങ്ങളുടെ ചോരയല്ലെന്ന സത്യം അവളിൽ നിന്ന് മറച്ചു വെക്കരുതെന്ന് ക്ലാരയുടെ നിർബന്ധമായിരുന്നു. പക്ഷേ തൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു എന്ന സത്യം അവൾക്കറിയില്ല. അതറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് എനിക്ക് ഒരു സമാധാനവും ഇല്ല." ക്ലാര പോയി കുറച്ചു കഴിഞ്ഞ് ഹിമയുടെ റൂമിൽ നിന്ന് ഉറക്കെയുള്ള കരച്ചിലുയർന്നു. പ്രതീക്ഷിച്ചതായതുകൊണ്ട് മുകുന്ദന് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹിമയുടെ കരച്ചിൽ ഡേവിഡിനെ ആകെ ഉലച്ചു കളഞ്ഞു. ഹിമ കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞുടയ്ക്കുകയാണ്. ക്ലാര തടയാൻ പോയില്ല. അവസാനം അവൾ തളർന്ന് നിലത്തിരുന്നു. ക്ലാര മെല്ലെ ഹിമയുടെ അടുത്തേക്ക് ചെന്നു. പതിയെ ഹിമയുടെ മുഖം പിടിച്ചുയർത്തി.
നിഷ്കളങ്കമായ മുഖം ഇപ്പോൾ കണ്ണീരാൽ കുതിർന്നിരിക്കുന്നു. ക്ലാരയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മമ്മി മമ്മി എന്നെ പറ്റിച്ചല്ലേ? ഹിമ അത് പറഞ്ഞപ്പോൾ ക്ലാര അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇല്ല മോളെ, മമ്മി എൻ്റെ മോളോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. മമ്മിക്ക് സത്യം ഒന്നും അറിയില്ലായിരുന്നു. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ മമ്മിക്ക് അതും മറച്ചു വയ്ക്കായിരുന്നല്ലോ. മമ്മി അത് ചെയ്തോ? ഇല്ലല്ലോ. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നടാ. എന്നെ ഒന്ന് വിശ്വസിക്ക്. ക്ലാര ഹിമയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സമയം കടന്നുപോയി. മമ്മി, ഞാനൊന്ന് ചോദിക്കട്ടെ? എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട് എന്ന് മമ്മിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നോ? ക്ലാര ഹിമയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. ഹിമയുടെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കി. അറിയില്ലടാ, പക്ഷേ ഇപ്പോൾ എൻ്റെ മോൾ അവർക്കൊപ്പം പോകണം. ചെന്ന് കാണണം നിൻ്റെ അമ്മയെ, ക്ലാര പറഞ്ഞു. ഇല്ല മമ്മി, ഞാൻ പോവില്ല. എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് എൻ്റെ മമ്മിയും ഡാഡിയും മാത്രം മതി. വേറെ ആരും വേണ്ട എനിക്ക്. ഹിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യേ, എൻ്റെ കുഞ്ഞ് കരയല്ലേ. നമ്മളെപ്പോലെ തന്നെ ഒന്നും അറിയാതെ ഇതിൽ പെട്ടുപോയതാ നിൻ്റെ അമ്മ. ആ പാവം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവരുടെ കണ്ണീര് കാണാതെ പോകരുത്. അതുകൊണ്ട് എൻ്റെ മോൾ പോകണം. ഒരു ടൂറ് പോകുന്ന പോലെ കണ്ടാൽ മതി. അവിടെ പോയി അമ്മയെ കണ്ട് തിരിച്ചിങ്ങ് പോരെ. എന്തായാലും മമ്മിയും ഡാഡിക്കും ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അത് 2-3 ദിവസം എടുക്കും. അത്രയും ദിവസം മോൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടേ? എൻ്റെ മോൾ പോയിട്ട് വാ. മമ്മി അല്ലേടാ പറയുന്നത്. മമ്മി പറഞ്ഞാൽ മോൾ കേൾക്കില്ലേ? ക്ലാര പറഞ്ഞപ്പോൾ മറുത്ത് പറയാൻ ഹിമയ്ക്ക് തോന്നിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ക്ലാര ഹിമയുമായി താഴേക്ക് വന്നു. ക്ലാരയുടെയും ഹിമയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. മോളെ, ഡേവിഡ് വിളിച്ചപ്പോൾ ഹിമ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. ഓടിപ്പോയി ഡേവിഡിൻ്റെ നെഞ്ചിലേക്ക് വീണ് ഹിമ പൊട്ടിക്കരഞ്ഞു. എങ്ങനെയാണ് തൻ്റെ മകളെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ ഡേവിഡ് ആകെ വിഷമിച്ചു. ഞാൻ പോകുവാ ഡാഡി. മമ്മി പറഞ്ഞു പോയി അമ്മയെ കണ്ടിട്ട് വരാൻ. ഹിമ ഒരു തേങ്ങലോടെയാണ് പറഞ്ഞത്. ഡേവിഡ് അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി. പിന്നെ സംശയത്തോടെ നോക്കി. ഡാഡി വിഷമിക്കണ്ട. 2-3 ദിവസം അത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്നിങ്ങ് വന്നേക്കാം. ഹിമ സങ്കടം മറിച്ച് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനും കൂടി വരാം. എന്തായാലും മോള് ഒറ്റയ്ക്ക് പോകണ്ട. ഡേവിഡ് കണ്ണു തുളച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട. ഡാഡിക്ക് ബിസിനസ് മീറ്റിംഗ് ഉള്ളതല്ലേ. നിങ്ങൾ രണ്ടുപേരും അത് കഴിഞ്ഞ് വരുമ്പോൾ ഞാനും ഇങ്ങ് വന്നേക്കാം. ഹിമ ഡേവിഡിൻ്റെ താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ പോവാം ഹിമയുടെ കൂടെ. എഡിയാണ്. ഡേവിഡ് എഡിയെ ഒന്ന് നോക്കി. അല്ല അങ്കിൾ, അവളെ ഒറ്റയ്ക്ക് വിടണ്ട. എഡിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഡേവിഡിന് അതൊരു ആശ്വാസമായി തോന്നി.